തിളച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കരിക്കിൻ്റെ ഉള്ളിലത്തെ കാമ്പൊക്കെ എടുത്ത് നമുക്കതൊന്ന് പഞ്ചസാര നോക്കി 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമുക്കതിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ച് കൊടുക്കുക തിളപ്പിച്ചത്. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ്, മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ മറ്റേ കരിക്കിൻ്റെ ഉള്ളിലത്തെ കാമ്പിട്ട് അരയ്ക്കുമ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് മധുരമൊക്കെ നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 തുള്ളിയൊക്കെ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിൽ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. നല്ല മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്ത് അത് നമുക്ക് അടച്ച് ഒരു 2 മണിക്കൂർ തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് തണുക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. ചൈന ഗ്രാസ് തണുത്ത് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്കതൊന്ന് തണുത്തിന് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി നമുക്കത് കട്ട് ചെയ്ത് മുറിച്ചെടുക്കാം. നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളത് അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. നമുക്ക് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തത് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ബദാം പരിപ്പ് ചെറിയ പീസുകളാക്കി അത് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ നേരം കൂടി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മളതെടുത്ത് നമുക്കിതുപോലെ ഒരു ഗ്ലാസ്സിൽ സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇഷ്ടമായ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.